കോഴിക്കോട് താമരശ്ശേരിയിൽ ശ്രീറാം ഫൈനാൻസ് ലോൺ തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. മൈക്കാവ് സ്വദേശിയുടെ പേരിൽ വ്യാജമായി എടുത്ത ലോണിലൂടെ തട്ടിയെടുത്തത് 6,75,000 രൂപ. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി താമരശ്ശേരി പോലീസ് അറിയിച്ചു. കോഴിക്കോട് താമരശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീറാം ഫൈനാൻസ് ലോൺ തട്ടിപ്പിന്റെ നടക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. 75,000 രൂപ 2 വീലർ ലോൺ എടുത്ത് അടച്ചു തീർത്ത കോടഞ്ചേരി മൈക്കാവ് സ്വദേശി സന്തോഷിന്റെ പേരിൽ 6,75,000 രൂപ ലോൺ എടുത്തതായി രേഖ. 2024 സന്തോഷ് 2 വീലർ ലോൺ എടുത്തത്. ഈ തുക കൃത്യമായി അടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ശ്രീറാം ഫൈനാൻസുമായി ബന്ധപ്പെട്ട വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നടത്തിയ സിബിൽ സ്കോർ പരിശോധനയിലാണ് തന്റെ പേരിൽ 6,75,000 രൂപ ലോൺ എടുത്തതായി അറിയുന്നത്. കമ്പ്യൂട്ടറിലെ സാങ്കേതിക തകരാർ എന്നാണ് ഫൈനാൻസിൽ നിന്ന് ലഭിച്ച മറുപടി. എന്നാൽ 2 വർഷം പിന്നിട്ടിട്ടും സിസ്റ്റത്തിലെ തകരാർ പരിഹരിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് സന്തോഷ് ചോദിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ സിവിൽ സ്കോർ ചെക്ക് ചെയ്തിരുന്നു, ഒരു ലോൺ എടുക്കുന്നതിന്റെ ആവശ്യാർത്ഥം. അപ്പോൾ അതിൽ സിവിൽ സ്കോർ ഡൗൺ ആയത് കണ്ട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ശ്രീറാം ഫിനാൻസിൽ 4 ലക്ഷം രൂപ എൻ്റെ പേരിൽ ലോൺ കയറി കിടക്കുന്നതായിട്ട് കാണിക്കുന്നത് ആക്റ്റീവായിട്ട്. അതിൽ 2 അടവ് അടിച്ചതായിട്ടും കാണിക്കുന്നത്. പക്ഷെ ഞാൻ അവിടുന്ന് ലോൺ എടുത്തിട്ടുമില്ല. പക്ഷെ ഞാൻ അവരെ സമീപിച്ചപ്പം അവർ പറയുന്നത് അത് അവരുടെ സിസ്റ്റം എററായത് കൊണ്ടാണെന്നാണ്. പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടത്, ഞാൻ എടുക്കാൻ പോയ ലോണ് എനിക്ക് നഷ്ടപ്പെട്ടത് സിവിൽ സ്കോറിന്റെ ഭാഗമായിട്ടാണ്. ഈ ഒരു ലോൺ ആക്റ്റീവ് ആയതുകൊണ്ടും. ശ്രീറാം ഫൈനാൻസിന് മുന്നിലൂടെ ബൈക്കിൽ മാത്രം യാത്ര ചെയ്ത താമരശ്ശേരി ചുങ്കം സ്വദേശി ഹനീഫയുടെ പേരിൽ 6,25,000 രൂപയും വാഹന ലോൺ എടുത്ത് തിരിച്ചടവ് കൃത്യമായി പൂർത്തീകരിച്ച താമരശ്ശേരിയിലെ മൊബൈൽ ഷോപ്പ് ഉടമ അനസിന്റെ പേരിൽ 4 ലക്ഷം രൂപയും ലോൺ എടുത്തതായി കണ്ടെത്തിയിരുന്നു. സാങ്കേതിക പിഴവാണെങ്കിൽ സ്ഥാപനവുമായി യാതൊരു ഇടപാടും നടത്താത്ത ആളുകളുടെ പേരിൽ എങ്ങനെ ലോൺ എടുത്തു എന്ന ചോദ്യത്തിനും കൃത്യമായ ഉത്തരം ലഭിച്ചില്ല. കൈരളി ന്യൂസ്, കോഴിക്കോട്.